ഒരു രാത്രി ഒരു ടൗണിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു സംഭവം നടക്കുകയാണ്. പല വീടുകളിൽ നിന്നും കുറേ കുട്ടികൾ അവരുടെ വീട് വിട്ടിറങ്ങി എങ്ങോട്ടേക്കോ ഓടിപ്പോവുകയാണ്. ഈ കുട്ടികൾ എങ്ങോട്ട് പോയി, എന്തിനാണ് ഇവരിറങ്ങി ഓടിയത്, അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ ഇനി ജീവനോടെ ഉണ്ടോ എന്നൊന്നും ആർക്കും കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല. പോലീസുകാർ വരെ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ഈ കുട്ടികളുടെ ഒരു പൊടി പോലും ഇവർക്ക് കിട്ടുന്നില്ല. ഇതിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണാതായ എല്ലാ കുട്ടികളും ഒരൊറ്റ ക്ലാസ്സിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ഈ കുട്ടികളുടെ തിരോധാനം സ്വാഭാവികമായിട്ടും ആ ഒരു ക്ലാസ് ടീച്ചറിൻ്റെ നേരെ തിരിയുകയാണ്. ഈ ഒരു ടീച്ചർ കാരണമാണ് കുട്ടികളൊക്കെ കാണാതായെന്നുള്ള പല റൂമേഴ്സും പരക്കുന്നു. ആൻഡ് അവിടെ തുടങ്ങുകയാണ് വെപ്പൺസ് എന്ന് പറയുന്ന ഈ വർഷം ഇറങ്ങിയ സിനിമയുടെ കഥ. വളരെ മിസ്റ്റീരിയസ് ആയിട്ട് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ചേർത്തുകൊണ്ട് നമ്മൾ യൂഷ്വലി കണ്ടുവരുന്ന ഒരു മുത്തശ്ശി കഥ മോഡൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു POV മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് മുൻപോട്ട് നീങ്ങുന്ന ഒരു ചിത്രം. ഈ ഒരു സിനിമ നിങ്ങൾക്കൊരു മുത്തശ്ശി കഥ എന്ന വണ്ണം കണ്ടിരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു മോഡേൺ മുത്തശ്ശി കഥ എന്ന് വേണമെങ്കിൽ ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാൻ പറ്റും. ഈ വർഷം കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മിസ്റ്ററി മൂവി അതാണ് വെപ്പൺസ്. നിങ്ങൾക്ക് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ലാഗും ഇല്ലാണ്ട് വളരെയധികം എൻഗേജ്ഡ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മൾ ഒരുപാട് സിനിമകളിലൂടെ കണ്ടിട്ടുള്ളൊരു ടെംപ്ലേറ്റ് ആണ് ഒരു ടൗണിൽ വളരെ മിസ്റ്റീരിയസ് ആയിട്ടൊരു സംഭവം നടക്കുന്നു, അല്ലെങ്കിൽ കുറച്ച് പേരെ കാണാണ്ടാവുന്നു, അല്ലെങ്കിൽ ഒരാളെ കാണാണ്ടാവുന്നു, അയാളെ തപ്പിപ്പോകുന്നു, പിന്നീട് നടക്കുന്ന സംഭവങ്ങൾ. ഈ ഒരു കൈൻഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ സിനിമയും ആ ഒരു രീതിക്ക് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ പോകെ പോകെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം ഇവർ ഈ ഒരു സിനിമയ്ക്കകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു POV മെത്തേഡാണ്, അല്ലെങ്കിൽ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ ഒരു സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിൻ്റെ കഥ കാണുന്നതിലൂടെ ഈ ഒരു സിനിമയുടെ സ്റ്റോറി ഇങ്ങനെ കണക്റ്റായി വരുമ്പോഴത്തേനും ഗംഭീര എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ ഒരു ലെവലിൽ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. അതായത് ഇതിൻ്റെ ക്ലൈമാക്സ് പാർട്ടിലോട്ടൊക്കെ എത്തുമ്പോഴത്തേനും ഒരു രക്ഷയില്ല. ഇതൊരു ഫുൾ ആൻഡ് ഫുൾ ഹൊറർ മിസ്റ്ററി മൂവിയാണെന്ന് ഞാൻ പറയത്തില്ല. പകരം അത്യാവശ്യം കുറച്ച് കോമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അത്യാവശ്യം കോമഡീസൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം നമുക്ക് ചില സമയങ്ങളിൽ നല്ലപോലെ ചിരിക്കാനും ചില സമയങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് എൻ്റെ പൊന്നെ ഇനി എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ എന്തടാ ഇപ്പം നടക്കുന്നത് എന്നുള്ള രീതിക്കുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു പടം. ഈ ഒരു സിനിമയ്ക്കകത്ത് അഭിനയിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെയും പെർഫോമൻസ് വളരെ നൈസ് ആൻഡ് കിടുവായിരുന്നു. കാരണം ചില മൊമെൻറ്റ്സിലൊക്കെ ഇവർക്കൊരു വിയേർഡ് ആയിട്ടുള്ള രീതിക്ക് ആക്ട് ചെയ്യേണ്ട സമയമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ആക്ടേഴ്സ് വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്കൊരു അന്യായ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സിനിമ നൽകുന്നത്. ആൻഡ് എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് പിടിക്കണമെന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സ് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇതിൻ്റെ ഒരു സീക്വലോ പ്രീക്വലോ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇറക്കാൻ പറ്റും. അങ്ങനെ ഒരു ത്രെഡാണ് ഇതിൻ്റെ ഡയറക്ടർ ഈ ഒരു സിനിമയ്ക്കകത്തോട്ട് കൊണ്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്രിയേറ്റേഴ്സ് കൊണ്ട് വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഹൊറർ മിസ്റ്ററി കാറ്റഗറിയിലൊക്കെ പെടുന്ന, അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ടെംപ്ലേറ്റ് പരുവത്തിലുള്ള സംഭവങ്ങളോടൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു സിനിമയാണ് വെപ്പൺസ്.